ഗുഡ് മോർണിംഗ്. സൈക്കോളജി പ്രസൻറ്റേഷന് എനിക്ക് കിട്ടിയ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇമോഷൻസ് ആൻഡ് ദി ബ്രെയിൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇമോഷൻസ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ്. ഇമോഷൻസിനെ പറ്റി പറയുമ്പോൾ ഇമോഷൻസിനെ പറ്റി സൈക്കോളജിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ളത് ബേസിക്കലി 6 ബേസിക് ഇമോഷൻസ് ആണ് ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹാപ്പിനെസ്, ആങ്കർ, സാഡ്നെസ്, ഫിയർ, സർപ്രൈസ് ആൻഡ് ഡിസ്ഗസ്റ്റ്. നമ്മൾ ഈ ബാക്കിയുള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ 6 ബേസിക് ഇമോഷൻസിന് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയണത് ഈ ജലസി എന്ന് പറയുന്ന ഇമോഷൻ ഉണ്ടല്ലോ, അതുണ്ടാവുന്നത് ഈ ദേഷ്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒരു കമ്പൈൻഡ് ഫീലിംഗ് ആയിട്ടാണ്. ഒരു ടൈമിൽ സാറ്റിസ്ഫാക്ഷൻ ഒരു ടൈപ്പ് ഓഫ് ഹാപ്പിനെസ് ആയിട്ട് കാണുന്നത് പോലെ. ഇതൊക്കെ ഇമോഷനായിട്ട് ടേൺ ഔട്ട് ചെയ്യുമ്പോൾ ബ്രെയിനിലെ ചില റീജിയൻസ് ഉണ്ട്, സ്പെസിഫിക്കലി ലിംഫിക് സിസ്റ്റത്തിൽ. അത് ഓരോ 6 ഇമോഷൻസിനോടും അസോസിയേറ്റഡ് ആണ്. ആക്ച്വലി ഇമോഷൻസ് എക്സ്പീരിയൻസ്ഡ് ആവുന്നത് അതൊക്കെ അസോസിയേറ്റഡ് വിത്ത് ആക്ടിവേഷൻ ഓഫ് സർട്ടൻ റീജിയൻസ് ഇൻ ദ ബ്രെയിൻ. ഇമോഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇമോഷൻ ഈസ് ദി സ്റ്റേറ്റ് ഓഫ് മൂവ്ഡ്, സ്റ്റിർഡ് അപ്പ് of behaviorally aroused or experiencing an emotional situation and which involves internal and external physiological changes a whole എന്നാണ് ഇമോഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതൊരു സം കൈൻഡ് ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലൈനോടുള്ള പ്രതികരണമാണ്. വിച്ചാർ എന്ന് പറഞ്ഞ കോൺഷ്യസ് ആവേണ്ടയോ അല്ലെങ്കിൽ അവെയർ ആവേണ്ടയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയ ഇമോഷൻസിനെ റൈസ് ചെയ്യേണ്ട ഒരു ടിപ്പിക്കലി സ്ട്രോങ് ആവേണ്ട സിറ്റുവേഷനിൽ. പിന്നെ ഇമോഷൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവ് ഫീലിങ്ങോ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റോ ആണെന്ന് ക്ലിയർ ആണ്. ഇമോഷനെ ഇൻഡിവിജ്വലിൻ്റെ ഒരു അഫക്റ്റീവ് സ്റ്റേറ്റ് ആയിട്ടാണ് റെഫർ ചെയ്യുന്നത്. അത് മേ ബി പോസിറ്റീവ് എഫക്റ്റും ഉണ്ട്, നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. ഇമോഷനിലേക്ക് വരുമ്പോൾ ഇമോഷൻ വ്യത്യസ്ത ടൈപ്സ് ഉണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇമോഷൻസ് എന്ന് പറയുന്നത് കോംപ്ലെക്സ് ആണ്. ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റ് ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അത് നോട്ട് ചെയ്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 6 ഇമോഷൻസ് ദാറ്റ് ആർ ഗ്ലോബലി എക്സ്പീരിയൻസ്ഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഹാപ്പിനെസ്, ദെൻ ആങ്കർ, സാഡ്നെസ്, ഫിയർ, സർപ്രൈസ് ആൻഡ് ഡിസ്ഗസ്റ്റ്. ഇനി നമുക്ക് ഈ 6 ബേസിക് ഇമോഷൻസ് ഓരോന്നിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാം. ആദ്യം ഹാപ്പിനെസ് പറയാം. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ സെവറൽ ബ്രെയിൻ ഏരിയാസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഏരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ റൈറ്റ് ഫ്രണ്ടൽ കോർട്ടെക്സിനെ, പിന്നെ പ്രീസ്യൂനിയോസ്, പിന്നെ ലെഫ്റ്റ് അമിഗ്ഡാല ആൻഡ് ദ ലെഫ്റ്റ് ഇൻസുല. ദിസ് ആക്ടിവിറ്റി ഇൻവോൾവ്സ് conscious between and aware, that means frontal cortex and insula. പിന്നെ ബ്രെയിൻ്റെ ഫീലിംഗ് സെൻറ്റർ എന്ന് അറിയപ്പെടുന്ന അമിഗ്ഡാല. ഇനി നമുക്ക് രണ്ടാമതായിട്ടുള്ള ബേസിക് ഇമോഷനാണ് ഫിയർ. ഫിയർ ആക്ടിവേറ്റ് ചെയ്യുന്നത് ബൈലാറ്ററൽ അമിഗ്ഡാല, ദ ഹൈപ്പോതലാമസ് ആൻഡ് ദ ഏരിയാസ് ഓഫ് ദ ലെഫ്റ്റ് ഫ്രണ്ടൽ കോർട്ടെക്സ്. ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന സം തിങ്കിങ് ഫ്രണ്ടൽ കോർട്ടെക്സ്, എ ഗട്ട് ഫീലിംഗ് അമിഗ്ഡാല. പിന്നെ ഒരു സെൻസ് ഓഫ് ഏർജൻസി ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് സർവൈവൽ, ദ ഹൈപ്പോതലാമസ്. ഫിയർ എന്നത് അർത്ഥമാക്കുന്നത് പേടി എന്നൊക്കെയാണ്. ഫിയർ എന്നതൊരു ഇമോഷനാണ്. ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു ത്രെഡ് കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന ഇമോഷനാണ് ഫിയർ. മാത്രമല്ല അത് കാരണം ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യും. ദെൻ ഫിയർ എന്നുള്ള ഇമോഷൻ ആൻസൈറ്റി എന്ന ഇമോഷനുമായി വളരെ ക്ലോസ് റിലേറ്റഡ് ആണെന്നും പറയുന്നുണ്ട്. മൂന്നാമത്തെ ബേസിക് ഇമോഷൻ എന്ന് പറയുന്നത് സാഡ്നെസ് ആണ്. സാഡ്നെസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പെയിൻ ആണ്. ഹെൽപ്ലെസ്നെസ്, ഗ്രീഫ്, ഡിസപ്പോയിൻമെൻറ്റ്, സോറോ എന്നിവ കാരണം അനുഭവപ്പെടുന്ന ഒരു ഇമോഷണൽ ഫീലിംഗ് എന്നതാണ് സാഡ്നെസ്. An example of severe sadness is depression. Crying can be an indication of sadness. Also, sadness is associated with increased activity of the right occipital lobe,
the left insula, the left thalamus, and the amygdala and the hippocampus. The hippocampus is strongly linked with memory, and it makes sense that awareness of certain memories is associated with feeling sad. Sadness അത് മറ്റ് ഇമോഷനേക്കാളും കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടതാണ്. ഡിപ്രഷൻ മേ ബി ചെയ്യേണ്ടതാണ് എന്ന് വെച്ചാൽ സാഡ്നെസ് എന്നുള്ളത് മറ്റേത് ഇമോഷനേക്കാളും കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതാണ്. കാരണം ഡിപ്രഷൻ മേ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം. ആൻറ്റി ഡിപ്രസൻ എഫക്ട്സ് മെഷർ ചെയ്യുന്നത് ഇംപ്രൂവ്ഡ് സിംറ്റംസ് ബേസിലാണ്. പിന്നെ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സാഡ്നെസ്. ഇനി നാലാമത്തെ ബേസിക് ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ഗസ്റ്റ് ആണ്. ഡിസ്ഗസ്റ്റ് എന്നത് അർത്ഥമാക്കുന്നത് വെറുപ്പ് എന്നാണ്. ഡിസ്ഗസ്റ്റ് ഈസ് എ ഫീലിംഗ് അവോയ്ഡൻസുമായി അസോസിയേറ്റഡ് ആണ്. കാരണം വെറുപ്പ് ഉള്ള ഒന്നിനെ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യും. 7 യൂണിവേഴ്സൽ ഇമോഷനിൽ പെട്ട ഒരു ഇമോഷൻ കൂടിയാണ് ഡിസ്ഗസ്റ്റ്. അനിഷ്ടമുള്ള കാര്യത്തോട് വെറുപ്പ് കാണിക്കലാണ് ഡിസ്ഗസ്റ്റ്. നമുക്ക് ഡിസ്ഗസ്റ്റ് പലതരത്തിലും ഫീൽ ചെയ്യും. മേ ബി അതൊരു സ്മെല്ലിനോടാകാം, അല്ലെങ്കിൽ ഒരു സൗണ്ടിനോട്, ഒരു സംടൈംസ് ഇറ്റ് വിൽ ബി എ ടേസ്റ്റ്, അല്ലെങ്കിൽ ടച്ച്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അപ്പിയറൻസ്, എന്തിനോടും ആകാം നമുക്ക് ആ ഡിസ്ഗസ്റ്റ്. ഇമോഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് the activation and the connection between left amygdala and the left inferior frontal cortex and the insula cortex. ഇനി നമ്മൾ ഡിസ്ഗസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നത് ആങ്കർ ആണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ഇമോഷൻ കൂടിയാണ്. ആങ്കർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഇമോഷൻ കൂടിയാണെന്ന് പറയുന്നുണ്ട്. അത് സാധാരണ ഏറെ അധികം ആളുകളിലും കാണപ്പെടുന്ന ഒരു ഇമോഷൻ കൂടിയാണ്. കുട്ടികളിലും വലിയവരിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപോലെ കാണപ്പെടുന്ന ഒരു ഇമോഷൻ കൂടിയാണ് ആങ്കർ എന്ന് പറയുന്നത്. എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ സുഖക്കുറവ് ഫീൽ ചെയ്യുമ്പോഴോ ആ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നത് കാണാം. ആങ്കർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ആക്ടിവേഷൻ ഓഫ് ദ റൈറ്റ് ഹിപ്പോകാമ്പസ് and the amygdala, both sides of the prefrontal cortex and insula cortex. ഇനി നമ്മൾ ഫിഫ്ത്തും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആങ്കറും പറഞ്ഞു കഴിഞ്ഞു. ഇനി സിക്സ്ത് ആൻഡ് ദ ലാസ്റ്റ് ബേസിക് ഇമോഷൻ എന്ന് പറയുന്നത് സർപ്രൈസ് ആണ്. സർപ്രൈസും ഒരു ഇമോഷനാണ്. അത് ചിലപ്പോൾ മേക്സ് എസ് ഫീൽ ഗുഡ് ഓർ ഇറ്റ് ക്യാൻ മേക്സ് എസ് ഫീൽ ബാഡ്. രണ്ടുമായിട്ട് നമ്മൾ ഫീൽ ചെയ്യിക്കാം. സർപ്രൈസ് എന്ന ഇമോഷൻ ആക്ടിവേറ്റ്സ് ആവുന്നത് ബൈലാറ്ററൽ ഇൻഫീരിയർ ഫ്രണ്ടൽ ഗൈറസിലും ആൻഡ് ദ ബൈലാറ്ററൽ ഹിപ്പോകാമ്പസിലും ആണ്. ഹിപ്പോകാമ്പസിൽ മെമ്മറിയുമായിട്ട് സ്ട്രോങ്ലി അസോസിയേറ്റഡ് ആണ്. ആൻഡ് എലമെൻറ്റ്സ് ഓഫ് സർപ്രൈസ് ഈസ് ബൈ നാച്ചർ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സംഭവം അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നതിനാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. That means something happens without expectation or unexpectedly. It is said to be surprise, and brainil localized disease emotionsine changes ഉണ്ടാക്കും. Similarly diffuse disease such as seen in the condition such as multiple sclerosis and small vessel disease can also induce changes in emotional states, which often recognized clinically as change in a patient's personality. And ഇതാണ് 6th വൺ സർപ്രൈസിനെ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇമോഷൻസിൻ്റെ കൺക്ലൂഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ, ഇമോഷൻസ് ആർ ആൻ എക്സ്ട്രീംലി കോംപ്ലെക്സ് ബ്രെയിൻ ഫങ്ഷൻ. ദ ഇമോഷൻ കോർ ഓഫ് ദ ബ്രെയിൻ ഈസ് ലിംബിക് സിസ്റ്റം. ദിസ് ഇസ് വെർ സെൻസസ് ആൻഡ് അവയർനെസ് ആർ ഫസ്റ്റ് പ്രോസസ്ഡ് ഇൻ ദ ബ്രെയിൻ. Mood and personality are mediated through the prefrontal cortex. This part of the brain is the center of higher cognitive and emotional function. This is all about emotions and the brain. Thank you. Have a nice day.